പ്രാദേശിക സംഘർഷ സാഹചര്യങ്ങൾക്കിടെ കുവൈത്തിലെ പ്രധാന എണ്ണ കേന്ദ്രങ്ങളിൽ ഡ്രോൺ ആക്രമണം റിപ്പോർട്ട് ചെയ്തു. മിന അബ്ദുള്ള റിഫൈനറികളിൽ ഉണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതായി ജനറൽ ഫയർഫോഴ്സ് അറിയിച്ചു. അതേസമയം നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഗ്രാൻഡ് മോസ്കിൽ ഈദ് നമസ്കാരവും വെള്ളിയാഴ്ച ജുമുഅ പ്രാർത്ഥനയും നടത്തില്ലെന്ന് ഇസ്ലാമിക കാര്യ മന്ത്രാലയം അറിയിച്ചു. വിവരങ്ങളുമായി സലീം കോട്ടയിൽ ചേരുന്നുണ്ട്. സലീമ, ഇന്നും കുവൈത്തിലേക്ക് ആക്രമണങ്ങൾ നടന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ ഡ്രോൺ ആക്രമണങ്ങളൊക്കെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒപ്പം തന്നെ സുരക്ഷയുടെ ഭാഗമായി എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് നിലവിൽ കുവൈത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഹരി, കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 18 ഡ്രോണുകളാണ് കുവൈത്തിന്റെ വ്യോമപരിധിയിൽ എത്തിയതെന്നാണ് വിവരങ്ങൾ. ഇതിൽ 13 പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുവെന്നും 3 ലക്ഷ്യസ്ഥാനത്ത് പുറത്തേക്ക് പതിച്ചതായും അധികൃതർ അറിയിച്ചു. എന്നാൽ 2 ഡ്രോണുകൾ ചില കേന്ദ്രങ്ങളെ ബാധിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇന്ന് രാവിലെ കുവൈത്തിലെ പ്രധാന എണ്ണ കേന്ദ്രങ്ങളിലൊന്നായ മിന അബ്ദുള്ള റിഫൈനറിയിലെയാണ് ഡ്രോൺ ആക്രമണം ലക്ഷ്യമിട്ടത്. ആദ്യം മിന റിഫൈനറിയിലെ ഒരു പ്രവർത്തന യൂണിറ്റിലാണ് ചെറിയ തോതിൽ തീപിടുത്തമുണ്ടായത്. എന്നാൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉടൻ സജീവമായതോടെ വളരെ വേഗത്തിൽ അത് നിയന്ത്രണ വിധേയമാക്കി. ഇതിന് പിന്നാലെയാണ് മിന അബ്ദുള്ള റിഫൈനറിയിലും സമാനമായ രീതിയിൽ ആക്രമണം റിപ്പോർട്ട് ചെയ്തത്. ഇവിടെയുണ്ടായ തീപിടുത്തവും അടിയന്തര സംഘങ്ങളുടെ ഇടപെടലിലൂടെ നിയന്ത്രണത്തിലാക്കി. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് 2 സംഭവങ്ങളിൽ നിന്നും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ്. തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ ആവശ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും എടുത്തിട്ടുണ്ടെന്ന് കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ അറിയിച്ചു. സ്ഥിതിഗതികൾ ഇപ്പോഴും അധികൃതർ നിരീക്ഷിച്ചു വരികയാണ്. സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക വിവരങ്ങൾ മാത്രം പിന്തുടരണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതേസമയം സംഭവത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അസബാൽ നാഷണൽ പെട്രോളിയം കമ്പനിയിലെ ക്രൈസിസ് മാനേജ്മെന്റ് റൂം സന്ദർശിച്ചു. അടിയന്തര നടപടികളും ജീവനക്കാരുടെ സുരക്ഷയും നേരിട്ട് വിലയിരുത്തി. രാജ്യത്തെ ശുദ്ധീകരണശാലകളുടെ പ്രവർത്തനം സാധാരണ നിലയിൽ തുടരുന്നതിനും പ്രാദേശിക വിപണിയിൽ ഇന്ധന വിതരണം തടസ്സപ്പെടാതിരിക്കുവാനും ദേശീയ ജീവനക്കാർ നടത്തുന്ന ശ്രമങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അതേസമയം നിലവിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് ഗ്രാൻഡ് മോസ്കിൽ ഈദ് നമസ്കാരവും വെള്ളിയാഴ്ച ജുമാ പ്രാർത്ഥന നടത്തില്ലെന്ന് ഔക്കാഫ് മന്ത്രാലയം അറിയിച്ചു. പൊതുജനങ്ങളുടെ സുരക്ഷാ മുൻഗണന നൽകുന്നതിനായാണ് ഈ തീരുമാനം. ഹരി, ശരി. കുവൈത്തിൽ ഇന്നും ഡ്രോൺ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 റിഫൈനറികളിൽ ഇന്ന് ഡ്രോൺ പതിച്ച് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം കുവൈത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ് അധികൃതർ. സലീം കോട്ടയിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.